എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. സമവർണരൂപിണി കടോഷകാശിണി പ്രിയ പ്രേമലേഖനം തരുന്നു ഇങ്ങോട്ട് വന്നേ വാക്കുട്ടാ. ചക്ര സ്കൂളിലേക്കാണോ പോണേ? പിന്നെ സ്കൂളിലേക്ക് ഇങ്ങനെ കെട്ടിട്ടാണോ സ്കൂളിലേക്ക് പോ? എന്തൊരു വൃത്തിയുടെ തഴിക്കൂ. കെട്ടണ്ടേ? വേണ്ട, അയച്ചിടൂ. ഇങ്ങനെ ഇട്ടാല അജി അത് വേണ്ട. ഇത് ബട്ടൺസ് ഇടൂ. ചീത്ത കുട്ടികളല്ലേ ഇങ്ങനെ നടക്കുന്നത്. ബട്ടൺസ് ഇല്ല, ഒരു പിന്നേരോ? അയ്യോ പിന്നില്ല കൂട്ടാ, പിന്നില്ല. ഒരു സേഫ്റ്റി പിൻ. സേഫ്റ്റി പിന്നില്ല, ഒന്നേ ഉള്ളൂ. അത് കുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഷോള് പോവും. അതെ, ബസ്സിലാണോ കാറിനകത്താണോ? ബസ് അതെന്ത് സംഭവം? എനിക്ക് ഞാൻ പറഞ്ഞ ഈ ബസ്സിൽ വന്നെങ്കിൽ ഒരു കാര്യമുണ്ട്, ഒരു സേഫ്റ്റി പിൻ കരുതണം. കാര്യം ഇപ്പം ഉദാഹരണത്തിന് ഞാനൊന്ന് തൊട്ട് പ്രശ്നമുണ്ടോ? ഏയ് മോൻ തൊട്ടാലും ഇപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ തൊട്ടോണ്ട് തന്നെ നിന്നാലും അടി കൊടുക്കും അല്ലേ? അവിടെയാണ് പ്രശ്നം. കാര്യം അടി കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിലുള്ളവരറിഞ്ഞ്, നാട്ടുകാരറിഞ്ഞ്, മാധ്യമങ്ങൾ അറിഞ്ഞ്, ചാനലായി, ആ പ്രശ്നമായി, അവർക്ക് ബ്രേക്ക് ന്യൂസായി, പ്രശ്നമായി, പിന്നെ ഭാവി അങ്ങ് പോയി ചേരും. അതേസമയം ഒരു സേഫ്റ്റി പിന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ടൊരു കുത്ത്, അപ്പം കുത്ത് ഉള്ളുന്നാളും അറിയും, കുത്തുന്നാളും അറിയും. അതിനാണ് സേഫ്റ്റി. അപ്പോഴേ സംസാരിച്ചിരുന്ന ശരിയാകത്തില്ല. കാലമാടം വരാൻ സമയമായി. കാലമാടനോ? അതാരാ? ഞങ്ങൾ പഠിപ്പിക്കുന്ന മാഷ്. അയ്യോ, മാഷുമാരെ കാലമാടനൊന്നും വിളിക്കരുത്. ബഹുമാനത്തോടെ മാഷേന്ന് വിളിക്കണം. ആര്? മാഷേന്ന്. പഠിപ്പിക്കുന്ന മാഷുമാരെ പോലെ. ഇത് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തല്ലുക, ശമ്പളം മേടിക്കുക, ശമ്പളം മേടിക്കുക, തല്ലുക, തല്ലുക, ശമ്പളം മേടിക്കുക, ശമ്പളം മേടിക്കുക, തല്ലുക, തല്ലുക, ശമ്പളം മേടിക്കുക, ശമ്പളം മേടിക്കുക. ഇതാണ് ഈ മാഷപ്പിന്റെ കാലമാടാൻ നല്ലത്. എനിക്ക് അറിയില്ല മോനെ, ഞാൻ അങ്ങനെ ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് ദേവിക. എന്തോ? ദേവിക. ദേവിക. എന്താ മോനെ? പോട്ടെ. ഓക്കെ, ബൈ. സ്കൂളിൽ പോയി നന്നായി പഠിക്കുന്നു. സ്വീകരിക്ക ദേവിയെ. ഇന്നത്തെ മക്കൾ പ്രേമലേഖനം കൊടുക്കാനാണോ പഠിക്കാനാണോ പോകുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ കാലത്ത് അന്തരേ വയസ്സും പ്രായവും അവരുടെ ചിന്തയും തമ്മിലൊക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഭീമ സിനിമ ചിരുമയിലേക്ക്. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഈ ഇപ്പോഴുള്ള മിമിക്രി കലാകാരന്മാരുടെ പ്രകടനം ദിലീപ് കാണാറുണ്ടോ? ഞാൻ ഹരിശ്രീയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കലാഭവനിൽ, ആദ്യം കലാഭവനിലാണ്, പിന്നെ ശേഷം ഹരിശ്രീ സിദ്ദിഖ് ലാൽ തുടങ്ങി വെച്ച ഹരിശ്രീയിലാണ്. കാരണം അത് മാത്രമല്ല, രണ്ട് ട്രൂപ്പും തുടങ്ങി, രണ്ടും കലാഭവനും ഹരിശ്രീയും തുടങ്ങി നിങ്ങൾ തന്നെ. അപ്പം നമുക്ക് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ 6 മാസം ഞാൻ കലാഭവനിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ 4.5 വർഷം ഹരിശ്രീയിലായിരുന്നു. അപ്പോൾ ഈ ഹരിശ്രീയിൽ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ, കലാഭവനിൽ ഡിസിപ്ലിൻ ഇല്ലെന്നല്ല ഞാൻ പറയണത്. സ്റ്റേജിൽ അശ്ലീലം പാടില്ല, വേറെ ആളുകളെ നമ്മൾ വ്യക്തിഹത്യകൾ പാടില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ച, സിദ്ദിഖ് ലാൽ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര അതുപോലെ അന്നത്തെ പ്രൊഫഷണൽ ടീമിൽ ഏറ്റവും ടൈമിംഗ് ഉള്ള ടീം. അത് വർഗീസ് ചേട്ടനും അശോകൻ ചേട്ടനും അതിലൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. എന്നും പിക്നിക്ക് പോവാന്ന് പറഞ്ഞാൽ, കാരണം എവിടെ ചെന്നാലും ഡിസിപ്ലിൻ മാത്രമല്ല, പ്രോഗ്രാം ഭയങ്കര പെർഫെക്ഷൻ, ഭയങ്കര ഹിറ്റ്. പക്ഷെ ഇന്നിപ്പോൾ കുറേ ശരിക്കും പറഞ്ഞാൽ ടി വിയുടെ ഒരു പ്രസരവും അല്ല ചാനൽസിൻ്റെ ഇതിലായിരിക്കും, പൊളിറ്റീഷ്യൻസിനെ എല്ലാവർക്കും അറിയാം. അപ്പം കുറേയൊക്കെ ഇപ്പോൾ വ്യക്തിഹത്യയിലേക്ക് മാറിയിട്ടുണ്ട്. അത് പുതിയ തമാശകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഡബിൾ മീനിങ്ങിലേക്ക് ഏറ്റവും എളുപ്പമാണല്ലോ ഡബിൾ മീനിങ്, തെറി പറയുക, ഇതൊക്കെ അത് ചിരിക്കാൻ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അത് മതി, ഒരു ചെറിയ ചിരിക്ക് വേണ്ടി. പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന റിയാലിറ്റി ഷോസിൽ, നമ്മൾ ഈ ചാനലിൻ്റെ തന്നെ കുറേ റിയാലിറ്റി ഷോസിൽ ഇതൊന്നും ഇല്ലാതെ പഴയ സ്വഭാവം കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ജംഗ്ഷനിൽ നിർത്തുക, എന്നിട്ട് അവരെ പെർഫോം ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. ഇപ്പം ഇന്ന് ഇവിടെ വരുന്ന ഒരു 3 കലാകാരന്മാരുണ്ട്. മുരളി ഗിന്നസ്, അരുൺ ഗിന്നസ് ആൻഡ് മിസ്റ്റർ ജയറാം.
അന്നക്കിളി നീ എന്നില വർണ്ണക്കന വേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു അന്തി കടവത്തെ അമ്പിളി കൊമ്പിൽ കള്ളിക്കുഴ നീ പാടി തുള്ളിത്തിരതുള്ളും തുള്ളറ കാറ്റിൽ മാനായി മാറി അന്നക്കിളി നീ എന്നില വർണ്ണക്കന വേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഓരോ ഗായകർക്കും അവരുടേതായ ചില സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലാണ് ഇവർ പിടിക്കുന്നത്. പിന്നെ വോയിസ് പുറകെ വരും. അതെ അതെ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 പേരും ഒരുമിച്ചേ പ്രോഗ്രാമിന് പോവുള്ളൂ, അതോ ഒറ്റയ്ക്കാണോ? നിങ്ങളിപ്പോൾ ഒരു ടീമായിരിക്കണോ? കാരണം എന്താണെങ്കിലും ഒറ്റയ്ക്കും പോകാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ വലിയൊരു സദ്യയല്ലേ നിങ്ങൾ കൊടുക്കാറുണ്ട്? അതെ അതെ. ഇത്രയും ചെറുതായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പഴയ ചെറുതായിട്ട് എന്തിനാ പ്ലാൻ ചെയ്തു? വലിയ രീതിയിൽ പ്ലാൻ ചെയ്യൂ. അതെ. അങ്ങനെ ഒരു ഗാനമേള തന്നെ വെക്കാനുള്ള ഒരു ശ്രമമാണ്. ശരി. ഒരു 3 മണിക്കൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന രീതിയിലാണോ അതോ സാധാരണ ഒരു ഓർക്കസ്ട്ര 2.5 മണിക്കൂർ? അത് ഇത് ശരിക്കും പഠിച്ചിട്ട് ഫുൾ പാട്ടായിട്ട് വിത്ത് ഓർക്കസ്ട്ര. അതിന് നിങ്ങൾക്ക് ഒരുപാട് പിന്നെ ജയവിജയിൽ ജീവിച്ചിരിക്കുന്ന ജയവിജയ വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുഭക്ത സഹിത നയന ശരണമേഘണേ. വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക വില്ലുഭക്ത സഹിത നയന ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അഖില ലോക ദുരിത ശാന്തി ഏകുമീശ്വര ശാപമോക്ഷദായകനെ ശരണമേഘണേ. അഖില ലോക ദുരിത ശാന്തി ഏകുമീശ്വര ശാപമോക്ഷദായകനെ ശരണമേഘണേ. പാപമോസനായകനെ ശരണമേഘണേ. സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. വിഷ്ണുമോഹൻ. അതെ. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രരീരോ ഈണമായി കിളും കിളും താളമായി കണ്ണെ നിന്നെ കാണാൻ വന്നതാണോ ഓരോ കടകഥകളാലെ കാണാം പല മുഖങ്ങളാകെ തേടും മറുതീരം ദൂരെ ദൂരെ. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ. ശരിക്കും പുതിയ തലമുറയിലെ പുതിയ സംഗീതത്തിനൊപ്പം പുതിയ ശബ്ദങ്ങൾ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഈ വോയിസ് ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ രമേഷ് പിഷാരടി ചെയ്ത കാര്യം ഓർന്നു. കാരണം ഈ പാട്ട് പാടുമ്പോൾ വെയിൽ എന്ന് പറഞ്ഞാൽ കഴുത്തി കുത്തി പിടിച്ച് പാടിക്കാൻ നിങ്ങൾ 3 പേരും ഒന്നിച്ച് നിന്നാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും നിങ്ങളൊരു ബാൻഡ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലേ? അതെ അതെ. ദിലീപ് അടക്കമുള്ള മലയാള സിനിമയെ ഇന്ന് കോൺക്വയർ ചെയ്തിരിക്കുന്ന അല്ലേ, നാഷണൽ അവാർഡുകൾ വരെ വാങ്ങിച്ചിരിക്കുന്ന കലാകാരന്മാരെല്ലാവരും തന്നെ മിമിക്രി കലാകാരന്മാരാണ്. നാഷണൽ അവാർഡ് വാങ്ങിച്ച ഡയറക്ടർ സലീം മുഹമ്മദ് മിമിക്രി കലാകാരനാണ്. അങ്ങനെ പണ്ടും മിമിക്രി കലാകാരന്മാരുണ്ടായിരുന്നു. മമ്മൂക്ക മിമിക്രി കലാകാരനായിരുന്നു അല്ലേ, വേണുവേട്ടൻ മിമിക്രി കലാകാരനായിരുന്നു, ഫാസിൽ സാർ മിമിക്രി കലാകാരനായിരുന്നു. പക്ഷേ അവരൊന്നും ഈ കല അങ്ങ് തുടരുകയോ അല്ലെങ്കിൽ ആ കലയിൽ പ്രവർത്തിച്ച് വലിയ ഒരു ബാക്കിങ് കൊടുക്കാത്തതുകൊണ്ട് അറിഞ്ഞിട്ടില്ല അവരുടെ ഒന്നും കാര്യങ്ങൾ. ഇത്രയും കഴിവുള്ള കലാകാരന്മാർ ഈ വേദിയിലൊക്കെ ഉണ്ട് എന്ന ആളുകളെ മനസ്സിലാക്കാൻ കൂടിയാണ് ഈ സിനിമയുടെ വേദി. അത് നിങ്ങൾക്കും ഇവിടെ ഒരു വാതിലാവട്ടെ, തുറക്കട്ടെ. ഇതിലൂടെ വന്ന പല കലാകാരന്മാരും ഇന്ന് സിനിമയിൽ ഇപ്പോൾ വളരെ പോപ്പുലറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളിമൂങ്ങയിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു കലാകാരനാണ്, വലിയ പേരാണ് ആ കലാകാരന് അല്ലേ, നമ്മുടെ സാജു നവോദയക്ക് നല്ല പേരാണ് ആ സിനിമയിൽ. പാഷാണം ഷാജി. പാഷാണം ഷാജി അത് തന്നെ.
എല്ലാവർക്കും നമസ്കാരം. ചേച്ചി പോയില്ലേ? ഇല്ല മോനെ, എന്താ? ഞാൻ വരുമെന്നോർത്ത് നിന്നതാ, എനിക്കറിയാം. അയ്യടാ, അല്ല പഠിക്കൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പരാ നടന്നാ മതിയോ? പഠിക്കാനല്ല പോയത്, ഇപ്പൊ ഇന്റർവെല്ലോ. അപ്പൊ അതിനുവരൊക്കെ പഠിച്ചു തീർന്നോ? ഇന്റർവെല്ലിന് മുമ്പുള്ള അടി എനിക്ക് കിട്ടി. ഇനി ഇപ്പൊ പോയി വല്ലതും കഴിക്കണം, ഇന്റർവെല്ലിന് ശേഷമുള്ള അടി മേടിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ പഠിത്തൊന്നും ഇല്ല അല്ലേ? ഇതാണ് പഠിത്തം. അടിക്കുക, പോവുക, വരിക, അടി മേടിക്കുക, ഇത് എന്റെ ജോലി. സാറിന് വരിക, അടിക്കുക, ശമ്പളം മേടിക്കുക, ഇത് സാറിന്റെ ജോലി. കരയണ്ട, മോൻ പോയി കഴിച്ചിട്ട് വന്നോളൂ കേട്ടാ. ഞാനേ ചേച്ചിക്കൊരു സാധനം കൊണ്ടുവന്നു. എന്താ അത്? പിടിച്ചോ. ഇതെന്താ മോനെ? മാറ്റി നിൽക്കും നീ വരുന്ന നേരവും പ്രതീക്ഷയോടെ കാത്തു കാത്തു ഞാനിരുന്നു മാറ്റി നീ കഴിഞ്ഞു പോയി. ഭീമ സിനിമ ചിരിമ പറയുമ്പോൾ തന്നെ ഭയങ്കര ഭീമമാണല്ലോ ഇവിടെ. അടിപൊളി സംഭവമാണ്. ഹാ, എല്ലാവരും വന്നിരിപ്പുണ്ടല്ലോ. സുമതി ചേച്ചി നമസ്കാരം. ഞാനേ ഇങ്ങോട്ട് കയറി വന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല. പുറത്ത് നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനും അറിയാൻ പാടില്ല. ഈ സിനിമാ ചിനിമയുടെ ഇവിടെ വന്ന് ഞാൻ 4 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകമെമ്പാടും ഇതറിയും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. എന്താണെങ്കിലും നിങ്ങൾ ബോറടിച്ചിരിക്കുകയാണല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. അടിപൊളിയൊരു പാട്ട് ഞാൻ വഴിച്ചു കൊടുന്ന് പോകും. ചേട്ടാ ഒരു മൈക്ക് തരാമോ? സൂപ്പറായിട്ട് നല്ല കീച്ചൻ പാട്ട്. വാ വേഗം വാ, ആ പാട്ട് പാടത്തിൽ വരുമ്പോൾ വരല്ലേ. അതെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടണം, അടിച്ച് പൊളിക്കണം നമ്മൾ കേട്ടല്ലോ. ആ, അല്ലെങ്കിൽ ഞാൻ കൊഞ്ഞനം കുത്തി കാണിക്കാൻ. നിങ്ങളറിഞ്ഞോ കേരളത്തിൽ 1000 ബാറുകൾ പൂട്ടാൻ പോണു. നിങ്ങളറിഞ്ഞോ നമ്മുടെ കേരളത്തിൽ 1000 ബാറുകൾ പൂട്ടാൻ പോണു. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മെലിമനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മടിച്ചു കൊതിച്ചു നിന്നെ റാണി, കുതിച്ചു നമുക്കവിടെ പോകണം. മടിച്ചു കൊതിച്ചു നിന്നെ റാണി, കുതിച്ചു നമുക്കവിടെ പോകണം. പറന്നു നമ്മൾ അവിരുന്നു വന്നു, പറന്നു നമ്മൾ അവിരുന്നു വന്നു. കഥനത്തിൻ കഥയെല്ലാം മറക്കാമെടാ. നീ അറിഞ്ഞോ മെലിമനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നിങ്ങളറിഞ്ഞോ നമ്മുടെ കേരളത്തില് 1000 ബാറുകൾ പൂട്ടാൻ പോണു. എന്ത് കാര്യമിരിക്കണം, പൂട്ടേണ്ട കാര്യമില്ല ഇവിടെ, അറിയാമോ? ആ, ടൻ 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 ടൻ. മടിച്ചു കൊതിച്ചു നിന്നെ റാണി, കുടിച്ചു കുളത്തിലിപ്പോ വീഴുമേ. കുടിച്ചു തൊലച്ചു നിന്നെ നായ, കുഴഞ്ഞു കൊള്ളത്തിലിപ്പോ വീഴുമേ. മനുഷ്യനല്ലേ നാം കുടിക്കുകിലും, മനുഷ്യനല്ലേ നമ്മൾ കുടിക്കുകിലും.
മനസ്സിന്റെ സമനില മാറാമോടാ. നിങ്ങളറിഞ്ഞു കേരളത്തിൽ 1000 ഷാപ്പുകൾ പൂട്ടാമ്പോളും ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞു മെല്ലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുള്ള. നിങ്ങളറിഞ്ഞു നമ്മുടെ കേരളത്തില് 1000 ബാറുകൾ പൂട്ടാമ്പോളും. ആദ്യമായിട്ടാണ് ഈ പാട്ട് മുഴുവൻ എന്നെ പാടിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വന്നേച്ച് ഞാനും ഇവിടെ പരിപാടി കാണാൻ വന്നതാണ്. ഇവിടെ സെക്യൂരിറ്റിയും കൂടെ വിടൂലായിരുന്നു, തടഞ്ഞു നിർത്തി. എന്നാണ്ട് വിശേഷമൊക്കെ? സാറില്ല. എന്താ കാര്യം? പേരനാ? ആരാ? നല്ല പേരാ, ഉഷ്ണക്കാലത്തൊരു ആശ്വാസം. പേരും കേൾക്കാം, കാറ്റും കൊള്ളാം. റിഷാന. അതേ, ഒരു ചോദ്യം ചോദിച്ചു ഉത്തരം പറയാവോ? പിന്നെന്താ? ഈ ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി. അടിപൊളി. അങ്ങനെയാണെങ്കിലേ ഈ ഗാന്ധിജി നോട്ടിൽ എന്തുകൊണ്ടാണ് കരഞ്ഞോണ്ടിരിക്കാതെ ഈ ചിരിച്ചോണ്ടിരിക്കുന്നത്? അത് ഗാന്ധിജിനോട് ചോദിക്കണം. നീ നല്ലവളാണ്. നീ അവക്കിട്ട് ഞാനെന്ന് വേണത് ഇങ്ങോട്ടൊന്ന് തിരിച്ചു വേണത്. അതുകൊണ്ടല്ല, ഗാന്ധിജി കരഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നനഞ്ഞു പോവില്ലേ, അതാണ്. അതാ സംഭവം. വേറൊരു കാര്യം, എല്ലാവരും കൂടി ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് 2 പ്രത്യേകത എന്താണെന്നറിയോ? ബാറടച്ച ഞാൻ കൊല്ലും. അതല്ല, ഓഗസ്റ്റ് 2 പ്രത്യേകത ആർക്കും അറിയത്തില്ല. അതാണ് കുഴപ്പം. ഞാൻ പറഞ്ഞു തരാം. ഇനി ആര് ചോദിച്ചാലും കറക്റ്റായിട്ട് പറഞ്ഞോളണം. ഓഗസ്റ്റ് സ്കൂളില്ല. ഓഗസ്റ്റ് 2 പ്രത്യേകത ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയിൽ ധ്യാനത്തിന് പോയ ദിവസം. പുള്ളിക്കാരൻ ടാക്കീസിൽ പോയി, അവിടെ പോയി ടിക്കറ്റ് എടുത്ത് പറ്റിച്ചു. ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പറ്റിച്ചു. ബിരിയാണി കഴിച്ചു, അവിടെയും ടിക്കറ്റ് എടുത്ത് പറ്റിച്ചു. ചമ്മിതാര ആ പോലീസുകാരത്തി ചമ്മി. അതാണ് ഇവിടുത്തെ പരിപാടി. ദൃശ്യം സിനിമ കാണാണ്ട് വന്നിരിക്കും അവിടെ. ഇതൊന്നുമല്ല കാര്യം. ഞാനിങ്ങോട്ട് പോരാൻ നേരത്ത് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളലോടും വരാൻ പറഞ്ഞതാണ്. അവൾ വന്നില്ല. കാര്യം എന്താ? ഞാൻ പറഞ്ഞു, നീ അവിടെ ഒരുങ്ങിയിരുന്നു, ഞാനങ്ങ് വരാം, ഒരെണ്ണം അടിച്ചേച്ചും വരാമെന്നും പറഞ്ഞ് ഇനി പോന്നു. സംഭവം അവിടെ ചെന്നപ്പോഴേ അവൾ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുക. ചുരിദാർ. ഞാൻ പറഞ്ഞു വരണ്ടെന്ന്. കാര്യം എന്താ? പണ്ടത്തെ ചുരിദാറായിരുന്നു ഞാൻ സമ്മതിച്ചേനെ. പണ്ടത്തെ ചുരിദാറിന് ഇത്ര ഇറക്കമുണ്ടായിരുന്നു. അതിപ്പോൾ ന്യൂ ജനറേഷനായി. അത് കയറി 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 ഇവിടം വരെയായി. എന്നിട്ട് സൈഡിലേക്ക് കയറി കീറ്. എന്നിട്ട് അതിനൊരു പേര് പാട്ടിയാല. അത് ടാട്ടിയാലോ? വേണ്ട. നമ്മൾ ആണുങ്ങളെങ്ങാനും അറിയാണ്ടൊന്ന് നോക്കിപ്പോയാലോ ഒറ്റപ്പെടുത്തോ ഏതാണ്ട് നമ്മൾ വലിച്ചു കയറിയ പോലെ. അല്ല, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ അവസ്ഥ മാറിപ്പോയി. ആണുങ്ങളുടെ വസ്ത്രധാരണം ശരിയൊന്നുമല്ല. പണ്ടൊക്കെ അടൂർവാസിയൊക്കെ പാൻറ്റിട്ടുകൊണ്ടിരുന്നത് ഇവിടെയാണ്. അതിപ്പോൾ ന്യൂ ജനറേഷനായി. അത് ഇറങ്ങി 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 ഇവിടം വരെയായി. എന്തെങ്കിലും എടുക്കാനങ്ങ് കുനിഞ്ഞു കഴിഞ്ഞാലോ കാണിക്കവഞ്ചിയിൽ അമ്പ് വെച്ചിട്ട് തൊഴുവാൻ തോന്നും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അല്ല, ഇതൊന്നും പറയാണ്ടിരിക്കുക കാര്യം. നമ്മുടെ ഇവിടെ ബാറ് മുഴുവൻ പൂട്ടി. 10,500ഓളം സ്കൂളുകൾ പൂട്ടാൻ പോകണം. ഇനി കുഞ്ഞുങ്ങൾ എവിടെ പോയി വളർത്തി? ഞാൻ എവിടെ പോയി പഠിപ്പിക്കും? നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോണ്? നമ്മളെന്ത് ചെയ്യും? ആകെ കുടി നിർത്താൻ പാടില്ല. ഇവിടെ മദ്യപാനം നിർത്താൻ പാടില്ല. എന്താണെങ്കിലും ഈ കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനുമില്ല. ആരുമില്ല നമ്മുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാനും ഇതിനും. അതിനെക്കുറിച്ച് സങ്കടമുണ്ട്. ഈ ലോകം എമ്പാടും അതിനുള്ള അറിയണത് സംഭവം എന്താണെന്ന്. അല്ലാണ്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ ജീവന്റെ നാഥൻ സിയോൻ മണവാളൻ യേശു മഹാരാജൻ. സഞ്ചാരിയം ജീവന്റെ നാഥൻ സിയോൻ മണവാളൻ യേശു മഹാരാജൻ.
സഞ്ചാരിയാം ജീവന്റെ നാഥൻ. അടിപൊളിയായിരുന്നു, അടിപൊളി. ഞാൻ സാധനം കുറച്ച് കയറ്റി വെച്ചേക്കുക, അപ്പൊ താന്നു പോയി കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഇതാരെ യേശുദാസിന്റെ അനിയും ബില്ലുമാണ്, വെള്ളം വെള്ളം. കർത്താവ് ഈ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണാവോ? എന്റെ പ്രിയമുള്ളവനെ, നീ പ്രകാരം കേൾക്കുക. മദ്യം മനുഷ്യനെ നശിപ്പിക്കും. മദ്യം നമ്മുടെ ശത്രുവാണ്. മദ്യം മനുഷ്യന്റെ ശത്രുവാണ് മകനെ. ഈ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. എന്റെ കുഞ്ഞാടേ, നീ ഒന്ന് വചനത്തെ കുറിച്ച് പ്രാർത്ഥിക്കുക. നീ വചനത്തെ നിന്ദിക്കാതെ നീ നല്ല ഉത്തമ ജീവിത പുരുഷനായി ജീവിക്കുക. ഒരു ഗ്ലാസ്സിൽ ഒരു മദ്യം ഒഴിച്ചുകൊണ്ട് മറ്റേ ഗ്ലാസ്സിൽ വെള്ളവും എടുത്തുകൊണ്ട് ഒരു കഴുതയോട് അത് കുടിക്കാൻ പറഞ്ഞാൽ കഴുത കുടിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? കഴുത വെള്ളം വന്ന് കുടിക്കും. അതിനാണ് അതിനെ കഴുതാന്ന് വിളിക്കുന്നത്. നിന്നോട് കർത്താവേ, ഞാനും സണ്ണിക്കുട്ടിയൊക്കെ ആണെങ്കിൽ ആദ്യം മദ്യം കുടിക്കും, അതിന്റെ പുറകെ വെള്ളം എടുത്ത് കുടിക്കും. കർത്താവേ, ഇവന്റെ ധാരണകൾക്ക് മൂല്യം കൊടുക്കേണ്ടവേ, നീ കർത്താവിനെ കാണുവാൻ ശ്രമിക്കുക. സമ്മതിച്ചു. കുറെ നാളായി ഞാൻ കർത്താവിനെ കാണണം എന്ന് ഓർത്ത് നടക്കുന്നു. ഈ കർത്താവ് എങ്ങനെയാണെന്നറിയാവോ ഈ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്? ആ ടെക്നിക്കൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ സംഭവം നിർത്താൻ പോവാ. കർത്താവേ, ഇവന്റെ തെറ്റിദ്ധാരണകൾക്കും ഉത്തരം കൊടുക്കുവാൻ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ യഹോവേ, ഇവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഇവന്റെ കുടുംബത്തിനായി രക്ഷയ്ക്കായി പ്രാപിക്കുകയാണ്. ഇവന്റെ പ്രാർത്ഥനയിൽ ഈ കേരളത്തിൽ നടപ്പാകാൻ പോകുന്ന മദ്യനിരോധനത്തെ കുറിച്ച് ഇവന് ബോധവൽക്കരണം നടത്തി കൊടുക്കണമേ. ഈ മദ്യനിരോധനത്തിലൂടെ ഈ സ്വർഗീയ ഭൂമി ഒരു ശാശ്വത സമാധാന അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നല്ലൊരു ഭൂമിയിലെ ഇവന്റെ കുഞ്ഞാടായി ഇവിടെ നിന്ന് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പാസ്റ്ററളിയാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിനോടൊരു കാര്യം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇവിടെ നടപ്പാകാൻ പോകുന്ന ഈ പ്രവൃത്തി വന്നു കഴിയുമ്പോൾ ഈ ഭൂമി ഒരു സ്വർഗസുന്ദരമാകും. ഇവിടെ നിരോധനം മദ്യപാനം നിർത്തിയിട്ടൊന്നും ഇവിടെ കാര്യമില്ല. അതിന്റെ മറുവശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കണം, ബാറിലെ സപ്ലയർമാര്, ബിവറേജിലെ ജോലിക്കാര്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി, മിനറൽ വാട്ടർ, ടച്ചിങ്സ് കമ്പനിക്കാര്, എന്തോ ഒരു ആൾക്കാരുടെ കുടുംബം, അതുപോലെ കുപ്പി ഗ്ലാസും കഴിവുള്ള ചേച്ചിമാര്. ഇവന്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവന്റെ എല്ലാ പ്രാർത്ഥനാവരങ്ങളും ഇവന് നൽകി ഇവൻ പ്രാർത്ഥിക്കാനുള്ള വരം നൽകണമേ എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ കുടുംബത്തിന് ശാശ്വത സമാധാനം നൽകി അവന് നല്ലൊരു ഉത്തമ പുരുഷനായി കുടുംബനാഥനായി വാഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്കൊരു കാര്യം പ്രാർത്ഥിക്കാനുണ്ട്. തീർച്ചയായും കുഞ്ഞാടെ, നീ കരങ്ങൾ ഉയർത്തി കർത്താവിനെ കാണുക. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് നീ ചോദിക്കുക. നിന്റെ ആവശ്യം എന്താണെങ്കിലും കർത്താവ് നിനക്ക് നടത്തി തരും. എന്റെ കർത്താവേ, 1-ാം തീയതി വാരം ബിവറേജ് ഒന്ന് തുറന്ന് പ്രവർത്തിക്കുവോ? വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറംകാല കൊണ്ട് തട്ടിക്കളയരുതെന്നാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പ്രമാണം. സത്യം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല, ഓനാന്ന് പറഞ്ഞവരാണെങ്കിൽ കാണുന്നുമില്ല. പക്ഷെ എങ്ങനെ പോയി ഞാൻ ആദ്യം പിടിച്ച് ചാവും. ദൈവമേ. ചേച്ചി എന്താ വിളിച്ചത്? എടാ ചേട്ടൻ തമിഴ്നാട്ടിലെ ലോഡും കൊണ്ട് പോയിട്ട് ഇതുവരെ ഇങ്ങ് തിരിച്ചെത്തിയിട്ടില്ലെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് ചാവും. സാധാരണ ഇങ്ങനെ പോയ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്ന ആളാ. ഇതാണെങ്കിൽ ഒന്ന് ഫോൺ പോലെ എന്നെ ചെയ്തിട്ടില്ല. അളിയനിങ്ങനെ കാണിക്കാത്തതാണല്ലോ. എടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലായി. ഇതുവരെ ഒരു കുട്ടികൾ പോലും ഇല്ല. നിനക്കറിയാലോ എല്ലാ കാര്യങ്ങളും. ഇനി അതിനു വേണ്ടി കാണാത്ത ഡോക്ടർമാരില്ല, പോവാത്ത അമ്പലങ്ങളില്ല, കമിഴ്ത്താത്ത ഉരുളികളില്ല. നിനക്കറിയാവോ? അതെ, അളിയനോട് ഈ നേരത്തെ ചേർന്ന് നടക്കാതെ ഉണ്ടല്ലോ 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറ. അപ്പൊ കുട്ടികളില്ലാത്ത കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. അതല്ലടാ, ചേട്ടൻ പോകുന്നതിന്റെ തലേ ദിവസം കുട്ടികളില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ 1-2 പറഞ്ഞൊന്ന് ഉടക്കിയായിരുന്നു. വഴക്കിട്ടാ? ഇനി അതിന്റെ പേരിൽ ആദ്യം മൂത്ത് വല്ല കടുകയും ചെയ്യോ? ദൈവമേ, ഒരു കടുക്കും ചെയ്യില്ല. അളിയൻ ഭയങ്കര ധൈര്യമുള്ള ആളല്ലേ. അങ്ങനെയൊന്നും അടിയാൻ കടുകയൊന്നും ചെയ്യുന്നില്ല. ഇനി പോലെ തൂങ്ങിച്ചെത്തുക. അല്ല, സമാധാനിക്ക്, ഞാൻ സമാധാനപ്പെടുത്താൻ വേണ്ടി വന്നതല്ലേ. അളിയൻ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. പിന്നെ ഇനി വല്ല ഹോട്ടൽ മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു കാണോ? സമാധാനിക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ചേച്ചി സ്വിച്ച് ഓഫ് ആണല്ലോ. ഇത് തന്നെയാണോ 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ടും. ഇന്നത്തെ പത്രം നോക്കിയായിരുന്ന? ഇല്ല. ഇനി പത്രത്തിൽ വല്ല അജ്ഞാത ജഡം വഴി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ വാർത്ത ഉണ്ടാകും. അയ്യോ, എന്റെ ചേട്ടൻ പത്രത്തിൽ അജ്ഞാത ജഡമായേ. സമാധാനപ്പെട് ചേച്ചി, സമാധാനിക്ക്. ഫോൺ വന്നിട്ട്. അയ്യോ, ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ. അന്നാ എന്നാ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ബോർഡ് എവിടെയെങ്കിലും നീട്ടി കാണും. അയ്യോ, എടുക്ക്. ഹലോ ചേട്ടനാ? എത്ര ദിവസമായി ചേട്ടാ ഇവിടുന്ന് പോയിട്ട്? എന്നൊന്നും വിളിക്കായിരുന്നില്ലേ? അടുത്തെത്തിയോ? സർപ്രൈസോ? എനിക്കോ?
വന്നിട്ട് കാണിച്ചാൽ മതി. ശരി എന്നാ. ചേട്ടൻ ചത്തില്ലല്ലേ? നീ എന്റെ വായിലിരിക്കണ കേൾക്കൂട്ടാ. നീ ഒരൊറ്റ ഒരുത്തക്കാരാ ഞാൻ ഇത്ര ആദ്യം പിടിച്ചത്. ഞാൻ സമാധാനിപ്പിച്ചല്ലേ ചേച്ചി? ഇങ്ങനെയാണോ നീ സമാധാനിപ്പിക്കണേ? ചേട്ടൻ വന്നിട്ട് നീ വിട്ടോ. ഇല്ല, ഞാൻ പോണില്ല. എന്തോ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഫോണിലൂടെ പറയണ ഞാൻ കേട്ടു. അതെന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ പോണുള്ളു. അല്ല അത് എനിക്കും അറിയത്തില്ല. എന്നാ ചേട്ടൻ വരട്ടെ അല്ലേ? ഭാനുമതിയേ നിനക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടമ്പരി സവാളോടെ എനിക്ക് വേണ്ട, എന്നെ സൂപ്പിക്കണ്ട. ആ മേടിക്കുന്നു. അളിയനിതെപ്പോന്ന് അളിയൻ ചത്തുപോയിന്ന് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ ചത്തുപോയി. ആര് പറഞ്ഞത്? അല്ല ചേട്ടൻ ഇത്ര ദിവസം കാണാത്തപ്പോ സമാധാനിക്കാൻ വേണ്ടി വിളിച്ചാ. ഒരു കണക്കിന് ഞാൻ ചത്തുപോയി. ആണ്ടാ ചത്തുപോയി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചത്ത് ജീവിച്ചു വന്നതാണ് ഞാൻ. ചത്തിട്ട് വീണ്ടും ജീവിച്ചതാണ്. നീ ഒന്നും മിണ്ടാതിരിക്കോ? എടി ഞാൻ ഇവിടുന്ന് പാതിരാക്കി ലോഡുമായിട്ട് തമിഴ്നാട്ടിലേക്ക് പോയില്ലേ, പഴനി എത്താറായപ്പോ ആ ലോറിയുടെ 2 ടയറും അങ്ങോട്ട് പൊട്ടി. 3 കരണം മറിഞ്ഞിട്ടില്ല, പാടത്തേക്കാണ് നേരെ പോയത്. ലോറിക്ക് വല്ലതും പറ്റിയ എനിക്ക് വല്ലതും പറ്റിയാന്ന് ചോദിക്കും. അളിയെന്തെങ്കിലും പറ്റണെങ്കിൽ അളിയൻ ഇവിടെ നിൽക്കുവോ? എന്നാ എനിക്ക് പറ്റി. രക്തത്തിൽ കുളിച്ച് ഞാൻ കിടക്കരുത് ആ പാടത്ത്. ഒരു മനുഷ്യനുണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഞാൻ അവിടെ കിടന്ന് ഒരു വിളി വിളിച്ച്, എന്റെ പഴനിമല മുരുക നീ താൻ തുണൈ. എന്നിട്ട് സാക്ഷാൽ മുരുകൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്റെ മുരുക എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാഴ്ച ഞാൻ അവിടെ കിടക്കരുത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നത്. അറിയാമോ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോഴേ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ടാ വന്നേക്കുന്നത്. എന്താ സർപ്രൈസ്? എടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? ചേച്ചിയെ കെട്ടിയത്, കുട്ടികളില്ലാത്തത് ആണല്ല. അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. എന്റെ രക്ഷപ്പെടുത്തിയ മുരുകനില്ലേ, ആ മുരുകനെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. ഞാൻ വിളിക്കട്ടെ. മുരുക, മുരുക, എടാ മുരുക. മുരുക, ഇത് ഉന്നോട് അമ്മ. ഇത് സിന്ന മാമ. അമ്മക്കൊരു മുത്തം കൊടുറാ. നിങ്ങളിങ്ങ് വന്നേ. എന്തേടി അവരെന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ കൊടുത്ത് പറഞ്ഞു വിട്. തായേ തായെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടില്ലേ? തായെ തായെന്ന് പറഞ്ഞാൽ തമിഴിൽ അമ്മേ അമ്മയെന്നാണ് അവൻ വിളിക്കുന്നത്. എടി അപ്പൊ പരിചയപ്പെടുത്തിയില്ലാന്ന് വേണ്ട. ഇതാണ് വേൽമുരുകൻ. ഇവന് വേലിന്റെ അല്ല, ഒരു വാലിന്റെ കുറവുള്ളത്. എന്റെ മോന് ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പൊ നമ്മൾ ഇവനെ ദത്തെടുത്ത് അങ്ങോട്ട് വളർത്തി വലുതാക്കാൻ പോവുകയാണ്. ഇതിലേക്കുള്ള എന്ത് വളർത്തി വലുതാക്കാനാണ്? വളർന്നിക്കല്ലോ പനമരം കൂട്ട്. ചേച്ചിങ് വന്നേ. എനിക്ക് തോന്നണം ഇവന് ചേച്ചിയിലും കൂടുതൽ പ്രായം ഉണ്ടാന്ന് തോന്നണം കേട്ടോ. എന്റെ ബലമായ സംശയിച്ച അളിയൻ ഇവനും ഒരുമിച്ച് ഒരേ ബെഞ്ചിരുന്ന് പഠിച്ചാന്ന് തോന്നുന്നത്. ഇന്ന് ഒട്ടക്ക് സമ്മതിക്കല്ലേ? എന്താണ് ഞാൻ പറയണ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഉദ്ദേശം? ഉദ്ദേശമില്ല. ഇവനെടുത്ത് നമ്മൾ എത്ത് വളർത്താൻ പോവാണ്. എന്നിട്ട് ഇവനെ നമ്മൾ പെണ്ണ് കെട്ടിക്കും. പെണ്ണ് കെട്ടിച്ചിട്ട് ഇവന് കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മുടെ കുട്ടികളില്ലാത്ത പ്രശ്നത്തിനൊരു പരിഹാരമാവും. അതല്ല ചേട്ടാ, സാധാരണ മക്കളുണ്ടായി കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് അവര് നമ്മളെ സംരക്ഷിക്കും. ഇതിപ്പോ നമുക്ക് 3 പേർക്കും വയസ്സായി കഴിയുമ്പോ നമ്മൾ 2 പേരും ഇവനെ സംരക്ഷിക്കണ്ടേ? അത്ര പെരുത്ത പ്രായമൊന്നുമില്ല അവന്. അവൻ കുഞ്ഞല്ലേടി, കിളുത്ത് പോയി. നിനക്ക് എത്ര വയസ്സായടാ? തെറിയാതെ കണ്ടാ തെറി പറയണേട്ടാ. തെറി പറയണതല്ല, തമിഴില് തെറിയാതെന്ന് പറഞ്ഞാൽ അറിയില്ല. പുരിഞ്ചതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? സത്യത്തിൽ ഇവനെ വഴിന്ന് കിട്ടിയതാണോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരുത്തിയായിട്ട് സത്യത്തിൽ ഇവനെ മകനാണോ? ആവശ്യമില്ലാത്ത കേസ് പറയുന്നത്. എന്റെ ജീവൻ രക്ഷിച്ച എന്റെ വേൽമുരുകനാണ്. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ടാ? വീട്ടിലാ അപ്പ അമ്മ 2 തങ്കച്ചി. ചേച്ചി ഭ്രാന്തനെ വിളിച്ചോണ്ടാ വന്നേക്കണത്. ഭ്രാന്തൊന്നുമല്ല, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചെറുപ്പം മുതലേ ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മനിട്ട് ഇരിക്കണതാണ് ഇവൻ കണ്ടു വളർന്നേക്കണത്. അത് കണ്ട് ഇവനൊരു ഷോക്കായി. അപ്പൊ സ്വന്തം ശരീരം വേദനിപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ ഹോബിയാണ്. മുരുക എന്നടാ ഇത്? വലിക്കില്ലേ അപ്പാ? വേദന ഇല്ലേ? വേണ്ട എന്റെ പൊടി പോയി കുളി. കുളിയാ? അതെന്നാ? എടാ തണ്ണി ഇങ്ങ ഊത്തി സോപ്പല്ലാമേ തേച്ച് പോയി കുളിക്ക്. തണ്ണി ഊത്തണത് ഞാൻ എല്ലാം 1-ാം തീയതി ചെയ്യറേ. മാസത്തിൽ ഒരിക്കലേ നനയും കുളി ഉള്ളൂ. പള്ളി തേപ്പ് അപ്പടിതാ. അതാ നീ വന്നപ്പോ ഒരു നാറ്റം. പോയി കുളിക്ക്. എന്നിട്ട് നിറയെ സാപ്പിടുന്നത് നമുക്ക്. പോക്കരുത്തരം കാണിക്കരുത് കേട്ടോ. കാര്യം ശരി, അളിയന്റെ ജീവനം രക്ഷിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കണ്ട പാണ്ഡിച്ചക്കരൊക്കെ ഈ വീട്ടിൽ എത്തുപുത്രനായിട്ട് വെക്കാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല. ഇത് എന്റെ കുടുംബമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ഞാൻ തീരുമാനിക്കും. അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മകന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ദത്തെടുത്തുകൂടെ? അവന്റെ ഉള്ളിൽ പോയിട്ട് അവനെ ദത്തെടുക്കാൻ. അയ്യോ, മൂത്ത മകനായിട്ട് വേണ്ട, ഇളയ മകനായിട്ട് എടുത്താൽ മതി. ഞാൻ പോകല, ചേച്ചി എന്നെ വിളിച്ചു വരുത്തേ എന്നോട് പോകാനായിട്ട്. ഇറങ്ങി പോടാ അവിടുന്ന്, ഇറങ്ങി പോകാൻ. അപ്പൊ മകൻ വന്നപ്പോ അനിയനെ വേണ്ടല്ലേ? വിട്ടോ ലോറി കയറി ചത്താ മതിയായിരുന്നു. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചത് തീരുമാനം തന്നെയാണ്, അത്രേ ഉള്ളൂ. എനിക്ക് വയ്യ ഈശ്വര. മുരുക എന്താണ് ഈ കാണിക്കുന്നത്? ഇവൻ അടുക്കളയിലുള്ള എല്ലാ സാധനവും നശിപ്പിക്കും. തണ്ണി ഊത്തിയപ്പോ വല്ലാത്ത കുളിര്. അതിന് വേറൊന്നും കിടക്കലേ, കുത്ത പോയി അകത്ത് പോടാ. ഈ കുടുംബത്തിൽ ഞാൻ ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ മുരുക?
അപ്പ അമ്മ എല്ലാരും കിളമ്പിട്ട പിന്നെ വരും പോയിട്ട് അല്ല ചേട്ടനാരാ? அப்பா அம்மாவோட ஒரே ஒரு குழந்தை തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ ചേട്ടൻ? அந்த குழந்தை நான் தான் ഞാൻ ശ്രീകുട്ടി അമ്മാന്റെ മോളാ. முறப்பேதா എനിക്ക് തമിഴ്ന്ന ரொம்ப பிடிக்கும். அப்படியா? நான் நிறைய தமிழ் படம் பார்த்திருக்கேன். அப்படியே படம் பார்த்துருச்சா? ரஜினியே தெரியுமா? ரஜினி ஸ்டைல் காரணமா இதா பாரு. கண்ணா பந்திங்க கூட்டமா வருவேன். ஆனா சிங்கிளு தான் வருவேன். என் வழி தனி வழி சீண்டாதே. എനിക്ക് തമിഴില് രജനിയെ പിടിക്കും, അജിത്തെ പിടിക്കും, വിജയെ പിടിക്കും, ഉങ്ങളെയും പിടിച്ചിരിക്കും. എന്നെയും പിടിച്ചിരിക്കാ. ജിങ്കണമണി ജിങ്കണമണി സിരിച്ചു പുട്ടാൻ ജലാണി വെങ്കലക്കിണ്ണി പോലമെന്നോ മന്ദിരമേനി നാവൈക്കത്തുക്ക് പക്കത്തിന് പോകാതാ ഒരു നൂലയില്ല സില കെട്ട് ആളാനവാ അട നീ വந்தாയ ബന്ദഗാലി അമാഗോ ഗോപി ഗോപി വെല്ലുവിളിയിലെത്തിയ ശുഭസ്ത്യ ശീഘ്രം എന്നാണല്ലോ. ഒന്നും മനസ്സിലായില്ല. എടാ എന്തെങ്കിലും സംഭവിച്ചാൽ വേഗത്തിൽ ഓടിയെത്തുക എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി. അറിഞ്ഞിരിക്കണു. അർജന്റാണ് വരുന്നത്. അതെ. അല്ല അളിയന് തിരക്കുള്ള ആളുള്ള പേര് കേട്ട ഒരു കണിയാനാണ്. അളിയൻ എന്നും അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അപ്പുറത്തെ പ്രശ്നം. ഇപ്പൊ തന്നെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാ ഞാൻ വരണേ. അതാ. അപ്പൊ നീ നിക്കണ്ട, ഒരു 1000 രൂപ ദാവിന് കൊണ്ടേ കൊടുത്തേക്ക. അല്ല പ്രശ്നം വെച്ച കാശ് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? ഇല്ലടാ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്ന ഓട്ടോയുടെ ചില്ലടിച്ചു പൊട്ടിച്ചു. അപ്പൊ 1000 രൂപ കൊടുക്കണം. നീ കൊണ്ട് എന്ത് ചതിയാണ്? എളുപ്പം നാട്ടെ ഗോപി. പെങ്ങക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അമ്മയാ അതിന്റെ സന്തോഷം. ദാ ഇത് അങ്ങോട്ട് പിടിക്കുക. ഇതെന്താ? ഇത് തൊട്ടില് കുട്ടി ഇതിലേ കിടത്തിയിട്ട് ദാ ഇങ്ങനെ കാരണം എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. 4 കുട്ടികൾ വീട്ടില് ഇത് പിടിക്കാൻ ആവശ്യം ഉണ്ടെന്ന് തോന്നണില്ല. അല്ല അവൾക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പയ്യനാ. അത് സാരമില്ല, വഴിയേ റെഡി ആയിക്കോളും. ആ ഗോപി, നിങ്ങളൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. കുട്ടിയെ തനിച്ചാക്കിയിട്ട് 2 പേരും ഇവിടെ വന്ന് സല്ലപിക്കാൻ നിൽക്കരുത്. അല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവുണ്ട്, അതുകൊണ്ടാ 4 വീട്ടിലെ. അപ്പൊ എന്തായാലും കുട്ടിയെ ഇങ്ങോട്ട് എടുക്കുക. അവനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ, അവൻ തന്നെ നടന്നു വന്നു. അപ്പൊ നടപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 40 കഴിഞ്ഞാൽ നിനക്ക് വെച്ചടി കേട്ടാണെന്ന് ഞാൻ പറയുമ്പോ സമ്മതിച്ചില്ല. കേട്ട് പഠിക്ക്. 40 കഴിഞ്ഞാൽ എനിക്ക് വെച്ചടി കേട്ടോളൂ. അപ്പൊ എന്തായാലും അവനെ ഇങ്ങോട്ട് വിളിക്കുക. മുരുകൻ കൊള്ളാം. മുരുകാന്ന് വിളിച്ചപ്പോ പട്ടി ഓരിയിടുന്നു. അവലക്ഷണമാണല്ലോ. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ഇതാണോ മുരുകൻ? അതാണ് മുരുകൻ. കൈകോട്. കുട്ടിയെ നോക്കാനൊരു അവിടെ വിളിച്ചത് എന്തുകൊണ്ട് നന്നായി. നിങ്ങൾക്ക് ജോലിക്ക് പോകാം, ഇവൻ കുട്ടിയെ നോക്കുകയും ചെയ്യും. അസലായിരിക്കും. ഇതാണ് കുട്ടി. ഇവനെയാണ് ഞങ്ങൾ ദത്തെടുത്ത് വളർത്താൻ പോണത്. ആരെ? ഇതിന് മുരുകൻ. ഇതാണോ കുട്ടി? എവിടുന്ന് കിട്ടി ഈ കുട്ടിയെ? പഴനിന്ന് എന്റെ ജീവൻ രക്ഷിച്ച ആളാ. അപ്പൊ ഞാനിങ്ങനെ ദത്തെടുത്ത് കൊണ്ടുവന്ന്. എന്തായാലും കൊള്ളാം. ലക്ഷണമൊത്തൊരു മുഖമാണ്. സൂപ്പർ മൂഞ്ചി. ഏതാണ്ട് ഗോപിയുടെ അവസ്ഥ അതായിരിക്കുകയാണ്. അപ്പോ അല്ലാളിയാ, ഞാനിപ്പോ അളിയനെ വിളിച്ചു വരുത്തിയതേ ഇവന്റെ ജാതകം ഒന്ന് നോക്കണം. നോക്കിക്കളയാലോ. ജാതകം ഇപ്പോ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണാവോ വിദ്വാന്റെ നക്ഷത്രം? നക്ഷത്രമാ വാൽനക്ഷത്രം. ഹാരി തമിഴിലെ നക്ഷത്ര. അൽഖികേണവാലാതി തമിഴ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല. അത് എനിക്ക് മനസ്സിലായില്ല, എന്നാലും പറയാം. വാലുള്ള നക്ഷത്രം. അങ്ങനെ വെച്ച് നോക്കുമ്പോ അൽഖുൽഖലാദി എന്ന് പറയുമ്പോൾ ഇവനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് കിറുക്കിട്ട് കുത്തിയാൻ വേണ്ടിയില്ല. അതാ പ്രകൃതം. വളർത്താം, ഏനക്കേടില്ല, സൽസ്വഭാവിയായിരിക്കും, ശാന്ത പ്രകൃതം. അതല്ലേ? ആരാണോ ബാൻഡുവേളം നടത്തുന്നത്? ബാൻഡുവേളമല്ല, അവൻ ആ വടിയെടുത്തിട്ട് അവന്റെ ശരീരത്തിലിട്ട് അടിക്കുന്നതാ. ഇതാണ് ചേട്ടൻ കുറച്ചു മുമ്പ് പറഞ്ഞ ശാന്ത സ്വഭാവം. അതില് നക്ഷത്രത്തിൽ എന്തോ ഒരു പെശവ് വന്നിരിക്കുന്നു. നക്ഷത്രത്തിലല്ല, മൊത്തം പറഞ്ഞതൊക്കെ പൊട്ടത്തെറ്റാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ ഗോപി? ബ്ലേഡ് എടുക്കാ, ബ്ലേഡ്. അയ്യോ ഇല്ല, കേരളത്തിൽ അതെല്ലാം നിർത്തി. ഓപ്പറേഷൻ കുബേര. ഒന്നും ചെയ്യാൻ പാടില്ല. എന്നെ കുറിച്ച് പറഞ്ഞിരിക്കണോ ഗോപി? அந்த பிளேட் அல்ல, പിന്നെ கீறன பிளேடு. எதுக்கு? அந்த பிளேட் எடுத்து என் பாடி எல்லாம் கீறி பச்சை முളക് தெரியுமா? முളക് അത് എന്റെ ശരീരത്തിൽ എല്ലാം ഊറ്റിയ നല്ല സുഖം കിടക്കും. എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കരിച്ചു കളയും മുതൽ. അല്ല ഒരു ചെറിയ അസുഖമാണ് അവന്. അവന്റെ ശരീരം അവനിങ്ങനെ സ്വന്തമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്കൊന്ന് കണ്ടെത്തണം. എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണുക. അല്ല അവനാ ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. അവനല്ല, വീണ വീഴ്ചയിൽ നിന്റെ തലക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള നീയാണല്ലോ ഇപ്പൊ ഈ ഭ്രാന്ത് കാണിച്ചത്. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലത്.
എടാ ഇവക്ക് കുട്ടികളില്ലാന്ന് വെച്ചുള്ളത് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇത് കണ്ടില്ലേ കുരങ്ങ് കാണിക്കണ പോലെ കിടന്ന് കാണിക്കണേ. കുട്ടികളില്ലാന്ന് വെച്ച് ഒരു കുട്ടിക്കാല് കാണുമെന്ന് അവള് പറഞ്ഞപ്പോ ഈ കരിഞ്ഞുണങ്ങിയ കാല് കാണിക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? അതെനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താളിയാ. അല്ലെങ്കിൽ ഒന്ന് കബഡി നേരത്ത് നോക്ക്. നോക്കട്ടെ. വാൾനക്ഷത്രം വെച്ച് നോക്കുമ്പോ മുരുക അടങ്ങ് അടങ്ങ് അത് നോക്കട്ടെ ഒതുങ്ങ. അപ്പോ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അസ്തപ്രസ്തിയേന കേകാധൃതാധിയാ കശ്മല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു കല്യാണത്തോടു കൂടി ഇത് മാറാൻ സാധ്യതയുണ്ട് ഈ അസുഖം. കല്യാണം കഴിപ്പിക്കണം. ഈ ഉപദ്രവം മാറിയ കല്യാണം കഴിച്ചാൽ ഈ ഉപദ്രവം മാറിയിട്ട് പിന്നെ നിദ്രയാ ഉറക്കവും അവന്റെ. ചെയ്തേക്കാം. നിനക്ക് കല്യാണം ഇവന്റെ ഈ അസുഖം അറിഞ്ഞിട്ട് ഏത് പെണ്ണ ഒരു കല്യാണത്തിനായിട്ട് തയ്യാറായിട്ട് വന്നത് മുന്നോട്ട്. ഓ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ അല്ലേ. അതിനുകൂടി ഒരു പരിഹാരം. അപ്പോ നിന്റെ ഇവളുടെയൊക്കെ ബന്ധത്തിലുള്ള ആരെങ്കിലും കൂട്ടുകാരെയോ ആരെയൊക്കെ വിളിച്ചിട്ട് നിന്റെ സ്വത്തുക്കളൊക്കെ ഇവൻ എഴുതി കൊടുക്കുവോ? തീർച്ചയായിട്ടും ഫുൾ സ്വത്തും ഞാൻ അവന് കൊടുക്കും. അത് വേണോ? വേണം. ഓ അങ്ങനെ കൊടുക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലും വിളിച്ച് ആ പെൺകുട്ടിയെ പറഞ്ഞ് കാരണങ്ങൾ ധരിപ്പിച്ച് ഇവൻ അങ്ങോട്ട് മംഗലേക്ക് ചെയ്ത് കൊടുക്കുക. അളിയാ നമ്മുടെ ശ്രീകുട്ടി എങ്ങനെയുണ്ട്? ശ്രീകുട്ടി കൊള്ളാൻ മിടിക്കുകയാണോ? പിന്നെ അപ്പൊ അളിയന്റെ മകള് ശ്രീകുട്ടിയെ കൊണ്ട് ഇവനെ അങ്ങോട്ട് കല്യാണം നടപ്പില്ല. അവള് 4 വർഷത്തൊക്കെ ബോംബെയിൽ പഠിക്കാൻ പോയേക്കാം. ആര് പറഞ്ഞ അവളൂടെ ഉണ്ടല്ലോ ഉച്ചരിച്ച് അവളോട് വന്നിരുന്ന് അവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്യും ഉച്ചക്ക്. നീ എന്നെ പ്രശ്നം വെക്കാൻ വിളിച്ചാണോ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വിളിച്ചാണോ ഗോപി? അല്ല ഞാൻ കാര്യമല്ല പറഞ്ഞത്. അളിയൻ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതില്ല. എന്റെ മകളെ ഈ ഇത് കണ്ടില്ലേ ഈ കുട്ടിക്കാരൻ പറയണ ഈ കുരങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല അളിയ അതൊക്കെ വിവാഹം കഴിയുമ്പോ അസുഖം മാറിക്കോളൂല്ലേ? ഞാൻ സമ്മതിക്കില്ല ഗോപിയെ. എന്തായാലും അവളോട് നമുക്ക് വിളിച്ചു ചോദിച്ചു നോക്കാം. ആ ശ്രീകുട്ടിയെ വിളിക്കാം. ശ്രീകുട്ടി എന്താ മാമ? മാമൻ ഇങ്ങോട്ട് വാടി. എവിടുന്നോ വന്ന തമിഴൻ ചെക്കനുമായിട്ട് അളിയൻ നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കണു. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റില്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മോൾ അങ്ങോട്ട് തുറന്ന് പറയാ. എനിക്ക് അണ്ണനെ ഇഷ്ടം. ഞാൻ പോകാം. അളിയ വാക്ക് മാറ്റി പറയരുത്. ഇല്ല വാക്ക് എനിക്ക് സമ്മതമല്ല. എന്റെ കൊക്കിന് ജീവനോട് സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. അളിയൻ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ ശ്രീകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിപ്പിച്ചു. ഉറപ്പ് മുരുക അകത്ത് പോടാ. ഞാനിപ്പോ വരാം. ഓ നീ പോകരുത്. എന്തുവാടി അളിയന് ഭ്രാന്ത് പിടിച്ചോ? ചേട്ടനെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം അവന്റെ കൂടെ കിടപ്പൊക്കെ. അവന് വേണ്ടി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വരെ ഇപ്പൊ അങ്ങനെ തയ്യാറാ. എന്താണ് നീ ഇതെവിടെയായിരുന്നു? ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങാണ്ടെന്നാ വന്ന ഒരു തമിഴനെ കൊണ്ട് എന്റെ മോള് ശ്രീകുട്ടിയെ വിവാഹം ചെയ്യിപ്പിക്കാൻ പോണു. ഞാനത് സമ്മതിക്കില്ല. ഇത് മുടക്കണം. നമുക്കവിടെ തട്ടിയാലോ? അളിയനെ തട്ടിയാ ഇവള് വിധവയല്ലേ? അവളുടെ ഭർത്താവിനല്ലേ നമ്മുടെ പാണ്ഡിച്ചക്കനങ്ങ് തട്ടിയാലോന്ന്. ഓ തട്ടണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചാക്കി കെട്ടി പട്ടിയെ കളയുന്ന പോലെ തമിഴ്നാട്ടിൽ കൊണ്ട് തട്ടിയാലോ? ഓക്കെ പഴനിന്ന് വന്നവൻ പഴനിയിലേക്ക് തന്നെ പോട്ടെ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ചേട്ടാ ഞാൻ കുറച്ച് ഉറക്ക ഗുളികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇതങ്ങ പാലിൽ കലക്കി 2 പേർക്കും കൊടുക്കുക. അളിയനും ആ പാണ്ഡിച്ചക്കനും പിടിച്ചേ. അയ്യോ എന്റെ ചേട്ടന് വല്ലതും സംഭവിച്ചാലോ? ഒന്നുമില്ല പെങ്ങളെ. ഇത് കഴിച്ചാൽ അബോധാവസ്ഥയിൽ കിടന്നുറങ്ങും. ഈ സമയത്ത് ചാക്കുമായിട്ട് ഞങ്ങൾ വന്നത് അവളെ പിടിക്കുന്ന പോലെ പിടിച്ച് ചാക്കിലിടും. നീ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ സിഗ്നൽ തരുമ്പോ മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പൊ എന്തായാലും രാത്രി നമുക്ക് പാക്കലാം. ഓക്കെ. ചാക്ക് നീങ്ങളില്ല. ചാക്ക് ചാക്കലി ചവിട്ടി പിടിച്ചേക്കല്ലേ? ഭയങ്കര വെയിറ്റ് ആണല്ലോ. ആരും വന്നോണ്ട് ഓടിക്കോ. പോവല്ലേ ഇത് ഞാനോ? നീ എന്തിനാണ് നിന്റെ വീട്ടിൽ മൂടി പോച്ചു വന്നത്? ആരും കാണാതിരിക്കാനാ. എന്നിട്ട് ഇപ്പൊ ഞങ്ങള് കണ്ടില്ലേ? ഒരു കൈ വൈ. എന്റെ തോളെ വെക്കാനല്ല ചാക്ക വൈ. പിടിച്ചോ. 2 പേരും കൂടി പിടിച്ചിട്ടില്ല. ഞാൻ മൂത്താളാ. ഞാൻ പിടിക്കട്ടെ. എന്നാ വിട്. സൂക്ഷിച്ചു പോണേ. സമാധാനമായി. ആ മാരണം ഉറങ്ങാൻ പറ്റിയില്ല. എന്തായി? സക്സസ്. നേരെ ഞങ്ങളിവിടെ ചാക്കി കെട്ടി പുരുഷന്റെ വണ്ടിയെ കയറ്റി പഴനി അടിവാരത്തി എന്നിട്ട് ഗിരി ഒന്ന് ചുറ്റി എന്നിട്ട് ചാക്ക് വന്നിട്ട് കറക്കിട്ട് ഞാൻ അങ്ങോട്ട് ഇറക്കി വിട്ടു. തല ചുറ്റിട്ട് അവൻ ഇങ്ങനെ പമ്പരം പോലെ കറക്കി കിടന്ന് ചവിട്ടും കൊടുത്തിട്ടുണ്ട്. കരയ അവിടെ കിടന്ന് അമ്മ തായേ. അല്ല അടിവാരത്തവ കരയുടെ കരച്ചിൽ ഇവിടെ കേൾക്കാം. ശ്രദ്ധിച്ചേ. അമ്മ തായേ. അല്ല ഇനി അളിയന്റെ സൗണ്ട് മാറിയാ എന്തേ? അല്ല അടിവാരത്തുനിന്നല്ല സൗണ്ട് ശബ്ദം കേൾക്കണത്. അടുക്കളയെന്നാ ശബ്ദം കേൾക്കണത്. അടുക്കളയെന്നാ? ദൈവമേ ചാക്കി കെട്ടിക്കൊണ്ടുപോകാൻ പായിടത്ത് നിങ്ങൾ ആരെയും ചാക്കി കെട്ടിക്കൊണ്ട കളഞ്ഞത്? അപ്പാ എല്ലാവരും ഉണ്ടല്ലോ കാലത്ത്. രാവിലെ നടക്കാൻ ഇറങ്ങി ഗോപി. അല്ല ചേട്ടൻ എന്താ പുറത്തുനിന്ന് വേണ്ടത്? ചെടി ഒന്നും പറയണ്ട. മുരുകന്റെ ഓരോ ലീലാവിലാസങ്ങളെ. ഇന്നലെ പായെ കിടന്നുറങ്ങിയ ഞാനാ മൂത്രം ഒഴിക്കാനായിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് നോക്കിയപ്പോ പഴനിമല അടിവാരത്ത് നിൽക്കണ്. ഞാൻ അവിടെ നിന്നൊരു വിളി വിളിച്ച് എന്റെ പഴനിമല ആണ്ടവാ സാക്ഷാല ആണ്ടവൻ പ്രത്യക്ഷപ്പെട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കി. നിനക്കൊന്നും പറ്റില്ലോ. നിനക്ക് ഞാനൊരു സർപ്രൈസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സർപ്രൈസോ? എന്നെ ഇവിടെ കൊണ്ടാക്കിയ പഴനിമല ആണ്ടവനില്ലേ അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ നമുക്ക് ദത്തെടുത്ത് വളർത്താടി. ആണ്ടവാ വാടാ.
ആണ്ടവാ ഇതെല്ലാം നിന്നോട് സ്വന്തക്കാര്. ഇത് നിന്നോട് അമ്മ, ഇത് നിന്നോട് പെരിയ മാമ, ഇത് നിന്നോട് ചിന്ന മാമ, ഇത് നിന്നോട് അണ്ണ. ഗോപി ഇനി നീ പഴനി പോയാ നിന്റെ മുട്ടുകാലിയാ തല്ലി ഓടിക്കും. തളിയാ എന്റെ പെങ്ങക്ക് 2 കുട്ടികൾ മതി. ആണ്ടവാ ഒന്ന് അമ്മക്കൊരു മുത്തം കൊടുറാ. ചിരിക്കാഴ്ചകളിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. അപ്പം നമ്മളുടെ അടുത്ത പരിപാടിക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കത്ത് എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ഇത് ഞാൻ തനിയെ വായിച്ചു. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇതെന്താ സംഭവം? മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ? എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. പിന്നെന്താ വായിച്ചു നോക്കിക്കോ. എങ്ങനെയാണ് വായിച്ചു തരട്ടെ? പായി പാട്ടെ ചാച്ചി. ഇതെന്താ പായി പാട്ടെ ചാച്ചി? ഇതെന്താ എഴുതിയിരിക്കണേ? പായിപ്പാട്ട ചാച്ചി എന്നല്ല, പിന്നെ പ്രിയപ്പെട്ട ചേച്ചി. പ്രിയപ്പെട്ട ചേച്ചി, എനിക്ക് ചാച്ചിയെ ഇഷ്ടമാണ്, എന്നോട് പണയം വേണം. ഞാൻ ചാച്ചി എന്നല്ല ചേച്ചി എഴുതിയത്. ശരി ചേച്ചി, എന്താണ് പണയം വേണ്ടത്? പണയോ? ദാ എനിക്ക് പണയം വേണം. എന്ത്? പണയമല്ല, പിന്നെ പ്രണയം. അയ്യോ പ്രണയം, ഇതൊരു നാണം കണ്ടില്ലേ? സിനിമോൾക്ക് വരുമോ? സിനിമോൾക്ക് വരുമോ? എന്ത് സിനിമോള്? അയ്യോ കത്ത് മാറിപ്പോയ സിനിമയുടെ കത്താണോ ഇത്? അയ്യോ അല്ല, സിനിമയുടെ കത്ത് പറയാം. സിനിമയ്ക്ക് വരുമോന്ന്? സിനിമയ്ക്ക് ഞാൻ വരാം മോനെ, വരാം. ഇനി അടുത്തത്, ഞാൻ കലമാടന്റെ ഗ്ലാസ് കെട്ട് ചെയ്ത് വാരാം. എന്ത് വാരണം? വായിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ കലമാനല്ല, പിന്നെ കാലമാടൻ സാറിന്റെ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് വരാം. അയ്യോ സിനിമയ്ക്ക് വരാം, പോവാട്ടാ. ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ വരും മൂദേവി. മൂദേവിയോ? അല്ല, എന്നെ കഴിഞ്ഞ മൂദേവി എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ? അതല്ല, ഞാൻ വിളിച്ചാ വരുമോ ദേവീന്ന്. ദേവി? ഓ ഇത്രയില്ലെങ്കിൽ എന്തൊക്കെയാ വന്നിരിക്കുന്നത്. നാണം. സ്കൂളിലെ ബലാത്സംഗോത്സവത്തിന് നീ വാരുമോ? അയ്യേ, ഇത്രയും വൃത്തിയിട്ടൊരു കുട്ടിയാണോ? അല്ല, പിന്നെ ബലാത്സംഗം എന്നൊക്കെ എഴുതിച്ചിരിക്കുന്നത്? ബലാത്സംഗമല്ല. പിന്നെ ഞാൻ പോലീസിനടുത്ത് പറയാൻ പോകുന്ന ബലാത്സംഗം പോലും. ബാലകലോത്സവത്തിന് വരുമോന്ന് ചോദിച്ചു. ബാലകലോത്സവോ? അതിന് വരുവാ. വരാട്ടാ, ചക്കരയുടെ വരെ വരാട്ടാ. ഈ കുത്തിന് എനിക്ക് തരിച്ച് കുത്ത് തരുമല്ലോ? തരാം, തിരിച്ച് കുത്ത് തരാട്ടാ. ഈ കുത്തല്ല, പിന്നെ ഈ കത്തിന് തിരിച്ച് കത്ത് തരും. കത്തല്ല, ഒരു കുത്താണ് തരാൻ പോണം. പോടുന്ന്. എന്താ കത്തിങ്ങടുത്ത്? എന്തിന് കത്തിങ്ങടുത്ത്? എന്തിന്? പറഞ്ഞാലേ ഇങ്ങോട്ട്. ഓരോ മലയാളം എഴുതാനും അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ. മലയാളം എഴുതാൻ ആദ്യം അറിയണം. ഇതാ മലയാളത്തിൽ വായിച്ചതല്ലേ, ഒരു കാര്യം ചെയ്യും. ഇവിടെ എഴുത്തും വായന അറിയാവുന്ന വേറെ പെൺപിള്ളേരുണ്ടാകും, നോക്കട്ടെ, ഞാൻ അവർക്ക് കൊടുത്തോളാം കേട്ടോ.